നമസ്കാരം. എല്ലാവർക്കും പൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജോ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ തലവേദന. അത് എപ്പോഴാണ് ഗൗരവകരമായി എടുക്കേണ്ടത്, എപ്പോഴാണ് അടിയന്തിരമായി ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ സഹായം തേടേണ്ടത്. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു 16 വയസ്സിൽ താഴെയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനെ തന്നെ നമ്മൾ ഇന്ന് 3 തിരിക്കുകയാണ്. ഒന്ന് 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ ഒരു 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ, പിന്നെ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പോൾ നമുക്ക് പൊതുവെ തലവേദനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ടൈപ്പ് തലവേദനയും പറയാം, സർജിക്കൽ ടൈപ്പ് തലവേദനയും പറയാം. മെഡിക്കൽ ടൈപ്പ് തലവേദന എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാവുന്ന തലവേദന. സർജിക്കൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും, നമുക്ക് ലൈഫിന് തന്നെ ത്രെട്ടായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ തലവേദനകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെപ്പറ്റി എങ്ങനെ ഒരു സിംറ്റം, തലവേദന എന്ന് പറയുന്ന സിംറ്റം എപ്പോഴാണ് ഒരു സർജിക്കൽ തലവേദനയായി മാറുന്നത്, അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. അപ്പൊ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുട്ടികളിൽ ഈ ബ്രെയിൻ ട്യൂമർ അങ്ങനെയുള്ള അവസ്ഥകൾ കാരണമുള്ള തലവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ കുട്ടി എപ്പോഴെങ്കിലും തലവേദന എന്ന് പറഞ്ഞ് കരയുന്നു, അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ ഉള്ള പരുവമാവാത്ത കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ തലയിൽ ചൂണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കരയുന്നു. അപ്പൊ അങ്ങനത്തെ തലവേദനയോട് ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. എത്രയും പെട്ടെന്ന് അടിയന്തിരമായി തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 മുതൽ 12 വയസ്സുള്ള കുട്ടികൾ. അപ്പൊ അങ്ങനത്തെ കുട്ടികളിൽ തലവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അപ്പോൾ ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ നോക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഐ സ്ട്രെയിൻ കാരണമുള്ള തലവേദന വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ജലദോഷപ്പനി വരുമ്പോൾ ചില കുട്ടികളിൽ തലവേദന വരും. അപ്പൊ നോർമൽ തന്നെയാണ്. പക്ഷേ ചില അവസരങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, തലവേദന കുട്ടിയെ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അതായത് കുട്ടി സാധാരണ പോലെ കിടന്നുറങ്ങുന്നു, അത് കഴിഞ്ഞ് രാത്രി എഴുന്നേറ്റ് അമ്മ എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറയുന്ന കുട്ടി കരയുന്നു. അപ്പൊ നീ മിണ്ടാതെ കിടക്കടാന്ന് പറഞ്ഞ് കുട്ടിയെ അടിച്ചു വെക്കാതെ നമുക്ക് അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ പറ്റുമെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ തലവേദന. അപ്പൊ ചില സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യത്തിൽ പറയുന്നില്ല, അല്ലാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പറയുമോ ഇവൻ രാവിലെ തലവേദന തുടങ്ങിയിട്ടുണ്ട്, സ്കൂളിൽ പോകാൻ മടിയായിട്ടാണ്. അപ്പോ നമ്മൾ അങ്ങനെ എല്ലാ തലവേദനയും നിസ്സാരവൽക്കരിക്കരുത്. ചില കുട്ടികളിൽ ഈ തലവേദന എന്ന് പറയുന്നത് തലയ്ക്കുള്ള പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള തലവേദന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ അതിനും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യം. പിന്നെ ചില കുട്ടികളിൽ ഒരു ദിവസം പറയുന്നതിന് ഇടയ്ക്ക് സ്കൂളിൽ വെച്ച് ഒരു തലവേദന തോന്നി, നമ്മൾ ഓക്കെ തലവേദന തോന്നി, ശരി ഇപ്പൊ ഒന്നുമില്ല, കുഴപ്പമില്ല. അടുത്ത ദിവസം പറയുന്ന അമ്മ എനിക്ക് സ്കൂളിൽ പോയപ്പോൾ വീണ്ടും തലവേദന ഉണ്ടായി, കുറച്ചുകൂടെ കൂടിയ തലവേദന. അടുത്ത ദിവസം പറയുന്ന അമ്മ എനിക്ക് സ്കൂളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല തലവേദന. അപ്പൊ അങ്ങനെ പ്രോഗ്രസീവ്ലി വേഴ്സണിങ് ഹെഡ് ഏക്സ് അങ്ങനെയുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളിൽ നമുക്ക് കുനിയുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ ആ സമയത്ത് മാത്രം തലവേദന. അവനെന്തോ തലവേദന ഈ ചുമയ്ക്കുമ്പോൾ മാത്രം ഒരു തലവേദന. അങ്ങനെ ഒരിക്കലും പറയരുത്. അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥയുടെ ഒരു ലക്ഷണമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ തലവേദനകൾ വരുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നത്. നല്ല തലവേദനയുണ്ട്, പനിയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ കുട്ടിക്ക് കഴുത്ത് കുറച്ച് ഇങ്ങനെ മടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതിനെ നെക്ക് സ്റ്റിഫ്നെസ് എന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ മെനിഞ്ചൈറ്റിസ്, അതായത് മസ്തിഷ്ക ജ്വരം, അതിന്റെ ലക്ഷണമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ മസ്തിഷ്ക ജ്വരം നേരത്തെ തന്നെ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈവൻ ബ്രെയിൻ ഡെവലപ്മെന്റ് തന്നെ നമുക്ക് ചില കുട്ടികളിൽ അഫക്റ്റഡ് ആയി മാറാം. പനിയും നല്ല തലവേദനയും അത് നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. പിന്നത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തലവേദനയുള്ള കുട്ടികൾ തന്നെ തലവേദനയോടൊപ്പം ഛർദ്ദി, അല്ലെങ്കിൽ തലവേദന വന്ന് ഇപ്പോൾ 2-3 കുറച്ച് നാളായിട്ട്, അപ്പൊ ചിലപ്പോൾ ഒരു മാസമായിട്ട് തലവേദനയുണ്ട്, പക്ഷെ ഇപ്പൊ ഈയിടെ ആയിട്ട് അവൻ നടക്കുമ്പോഴത്തേക്കും ഒരു ബാലൻസ് പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചൊക്കെ നടക്കും. അപ്പൊ അങ്ങനെയുള്ളത് ചിലപ്പോൾ ഈവൻ ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമായിരിക്കും. നമ്മൾ അതും വളരെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസിൽ മിക്കവാറും നിങ്ങൾ ഹോസ്പിറ്റലിന്റെ സഹായം മിക്കപ്പോഴും തേടിയിരിക്കും. കാരണം
കുട്ടിക്ക് തലവേദന വന്നു, അതിനുശേഷം ബോധക്ഷയം, അല്ലെങ്കിൽ തലവേദന വന്നതിന് ശേഷം അവന് സംസാരിക്കുന്നത് തിരിയുന്നില്ല, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോയി. അങ്ങനെയുള്ള അവസ്ഥകൾ വളരെ സീരിയസ് ആണ്. നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ടൈംലി ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട ന്യൂറോളജിക്കൽ വേഴ്സണിങ് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ തലവേദന വന്ന് ബോധം പോയ കുട്ടി ചിലപ്പോൾ തലച്ചോറിൽ ബ്ലീഡിങ് കാരണമായിരിക്കും. അപ്പോൾ അത് വളരെയധികം എമർജൻസി ആയിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തലയ്ക്ക് ക്ഷതം ഉണ്ടായി, കുട്ടി ഒരു സ്റ്റൂളിന്റെ മുകളിൽ നിന്ന് കളിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം സ്റ്റൂളിൽ നിന്ന് താഴെ വീണു. ആ സമയം അവനെ കുറച്ച് കരഞ്ഞു, അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ പിന്നെയും കളിച്ചു. അപ്പോൾ ഓക്കെ, നമ്മളങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് കുട്ടി അടുത്ത ദിവസമായപ്പോൾ തലവേദന പറയുന്നു, അതിന്റെ അടുത്ത ദിവസമായപ്പോൾ സിവിയർ തലവേദന, നല്ല തലവേദന. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല, വൈദ്യസഹായം തേടുക. എന്ന് പറഞ്ഞാല് തലവേദന വന്നതിന് ശേഷം കോങ്കണ്ണ് വരും. അതായത് കുറെ നാളായിട്ട് തലവേദനയുണ്ട്, ഇപ്പൊ ഈയിടെയായിട്ട് അവനൊരു കോങ്കണ്ണ് പോലെ. അവൻ അഭിനയിക്കുന്നതാണോ എന്ന് അറിയില്ല, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളത് നമുക്ക് ഒരു ഡോക്ടറുടെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ആവശ്യമായി വരുന്ന അവസ്ഥ. ഇത്രയാണ് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യം. ഈ 12 വയസ്സിന് മുകളിലുള്ളവരെന്ന് പറഞ്ഞാല് അവർ ഏകദേശം ഒരു യങ് അഡൽട്ട് എന്ന് പറയും, അതായത് ഒരു ഏകദേശം മുതിർന്ന പരുവമായി. അപ്പൊ അങ്ങനത്തെ കുട്ടികളിലും തലവേദന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പക്ഷെ കൂടാതെ അവരിൽ കുറച്ച് കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ചില ടൈപ്പ് തലവേദനയും കൂടെ വരും. ഒരു കുട്ടി 12 വയസ്സിന് മുകളിലുള്ള കുട്ടി, അവന് തലവേദന കുറച്ച് നാളായിട്ട് പറയുന്നു. ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് ദേഷ്യപ്പെടൽ കൂടുതൽ, അല്ലെങ്കിൽ അവൻ ബാക്കിയുള്ളവർ ഉപദ്രവിക്കുന്നു. സാധാരണ അവൻ നോർമലാണ്, ഭയങ്കര കാമാണ്, പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര ഉപദ്രവം. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ച് ഇൻ പേഴ്സണാലിറ്റി, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കും. പിന്നെ അപൂർവം ചില കുട്ടികളിൽ കണ്ണിന്റെ പ്രശ്നം, അതായത് ഐ സ്ട്രെയിൻ കൂടാതെ ഗ്ലോക്കോമ എന്ന് പറയുന്ന അവസ്ഥ, കണ്ണിന്റെ പ്രഷർ കൂടുന്ന അവസ്ഥ. അപ്പൊ അങ്ങനത്തെ അവസ്ഥ ചില കുട്ടികളിൽ വരാം. അപ്പൊ അത് കാരണവും തലവേദനയായിട്ട് വരാം. അപ്പൊ എല്ലാം തലച്ചോറിന്റെ പ്രശ്നം കാരണമല്ല തലവേദന വരുന്നത്. കണ്ണിന്റെ പ്രശ്നം, അല്ലെങ്കിൽ പല്ലുവേദന വന്നിട്ട് തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ സൈനസൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മുടെ മൂക്കിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സൈനസുകളിൽ പഴുപ്പ് കിട്ടും. അങ്ങനത്തെ അവസ്ഥകളിൽ തലവേദന വരാം. എല്ലാം തലച്ചോറിന്റെ പ്രശ്നവും എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമറും ഒന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളുള്ള തലവേദനകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ തലവേദനകൾ എന്തുകൊണ്ട്, അതായത് തലച്ചോറിൽ എന്ത് പ്രക്രിയ നടക്കുന്നതുകൊണ്ടാണ് ഈ ടൈപ്പ് തലവേദനകൾ വരുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ ഇപ്പൊ സംസാരിക്കാം. ഒന്നാമതായി ഞാൻ പറഞ്ഞത് തലയ്ക്കുള്ളില് പ്രഷർ കൂടുമ്പോൾ. ഇപ്പൊ തലയ്ക്കുള്ളിൽ പ്രഷർ എങ്ങനെയൊക്കെ കൂടാം? തലയ്ക്കുള്ളിൽ നീർക്കെട്ട് വരാം, അല്ലെങ്കിൽ തലയ്ക്കുള്ളില് ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ തലയ്ക്കുള്ളില് ട്യൂമർ പോലെ ഒരു വളർച്ച അത് ഉണ്ടാവും. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടായിരിക്കും തലയ്ക്കുള്ളിൽ പ്രഷർ കൂടുന്നത്. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളിലായിരിക്കും രാത്രി കിടന്നുറങ്ങുന്ന കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് തലവേദന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന പാട് എല്ലാ ദിവസവും തലവേദന, അങ്ങനത്തെ അവസ്ഥ. പിന്നെ തലവേദനയോട് കൂടിയുള്ള ഛർദി. അപ്പോൾ അങ്ങനത്തെ 3 ടൈപ്പും തലയ്ക്കുള്ള പ്രഷർ കൂടുമ്പോഴാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് തല കുനിക്കുമ്പോൾ, അല്ലെങ്കിൽ തുമ്മുമ്പോൾ, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ മാത്രമുള്ള തലവേദന. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ തലച്ചോറ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, പുറകിലും തലച്ചോറുണ്ട്. സെറിബെല്ലം എന്ന് പറയുന്നതും പിന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന തലച്ചോറിന്റെ വളരെ പ്രധാനമായ ഭാഗമാണ്. അപ്പൊ അവിടെയും ഉള്ള പ്രശ്നങ്ങൾ കാരണം ഈ പറയുന്ന ടൈപ്പ് തലവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സെറിബെല്ലം ചിലപ്പോൾ നമുക്ക് അറിയാം, തലച്ചോറ് കഴിഞ്ഞ് താഴോട്ട് സ്പൈനൽ കോഡാണ്. അപ്പൊ ആ ഭാഗത്ത് സെറിബെല്ലം എന്ന് പറയുന്ന തലച്ചോറിനകത്ത്, അതായത് തലയോട്ടിക്കുള്ളിൽ ഇരിക്കേണ്ട സാധനം ചിലപ്പോൾ നമ്മുടെ സ്പൈനൽ കനാലിലോട്ട് അല്പം ഇങ്ങനെ താഴോട്ട് വരും. ആ സ്ഥലം നോർമലി ടിഷ്യൂ ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ ഈ ദശ വന്ന് താഴോട്ട് വളരുമ്പോഴത്തേക്ക് ഈ ബ്രെയിൻ സ്റ്റെമ്മിലും കൂടെ പ്രഷർ വന്നിട്ട് അങ്ങനെ തലവേദന വരാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് നടക്കുമ്പോഴേക്കും കുറച്ച് ബാലൻസ് പ്രശ്നം, പിന്നെ അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ കോങ്കണ്ണ്. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് സാധാരണ ഈ ബ്രെയിൻ സ്റ്റെം അഫക്റ്റഡ് ആകുമ്പോഴാണ്. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്യൂമേഴ്സ് കാരണം തലവേദന വരാം. അപ്പോൾ ആ തലവേദനയോടൊപ്പം തന്നെ ചിലപ്പോൾ ബാലൻസ് പ്രശ്നവും കണ്ണിന്റെ കോങ്കണ്ണ്, അത് രണ്ടും ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും വളരെയധികം ശ്രദ്ധിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് തലവേദന വന്നതിന് ശേഷം പെട്ടെന്ന് ബോധം പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ തലവേദന വന്നിട്ട് ഒരു വശം ചലിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകൾ മിക്കപ്പോഴും പെട്ടെന്നൊരു ബ്ലീഡിങ് കാരണമായിരിക്കും. അപ്പോൾ തലച്ചോറിനുള്ളിൽ ബ്ലീഡിങ് വന്നാൽ അത് കുറച്ച് ഗുരുതരമായ അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് സ്ട്രോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. സ്ട്രോക്ക് 2 രീതിയിൽ വരാം. ഒന്നെങ്കിൽ ബ്ലീഡിങ് കാരണം വരാം, അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കൊഴലിൽ ബ്ലോക്ക് കാരണം. അപ്പോൾ ബ്ലീഡിങ് കാരണമുള്ള സ്ട്രോക്കിൽ പെട്ടെന്ന് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അടിയന്തരമായി മെഡിക്കൽ സഹായം ആവശ്യമായി വേണ്ടിയിട്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക്
തലവേദന, കുട്ടികളുടെ തലവേദനയെ പറ്റി കുറച്ച് അവബോധം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദിയുണ്ട്. നമസ്കാരം.